കർണാടക ധർമ്മസ്ഥലയിൽ SITയുടെ അപ്രതീക്ഷിത നീക്കം. പോയിന്റ് 13-ൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധനയ്ക്കായി ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ തീരുമാനം മാറ്റി സംഘം ബംഗളക്കുന്ന് വനത്തിനകത്തേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചു. ഇത് നേരത്തെ അടയാളപ്പെടുത്താത്ത ഇടമാണ്. കഴിഞ്ഞ ദിവസം കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതും ഇവിടെ നിന്നാണ്. ഒന്നാം ഘട്ട പരിശോധന അവസാന പോയിന്റിൽ എത്തി നിൽക്കെയാണ് SITയുടെ ഈ നീക്കമുണ്ടായത്. അതേസമയം മൂന്നാം പോയിന്റിൽ നിന്ന് 4 അസ്ഥികൂട അവശിഷ്ടങ്ങളും മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് ഒരു പൂർണ്ണ മനുഷ്യാസ്ഥികൂടവും ഒരു തലയോട്ടിയും കണ്ടെത്തിയതായാണ് സൂചന. മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് ലഭിച്ചത് 3 പേരുടെ മൃതദേഹാവശിഷ്ടമെന്നാണ് സംശയിക്കുന്നത്. ഇതിനിടെ ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടെന്ന് അവകാശപ്പെട്ട് 6 പ്രദേശവാസികൾ SITയെ സമീപിച്ചിട്ടുണ്ട്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, അപ്രതീക്ഷിതമായ നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതായത് ഈ സ്പോട്ട് പോയിന്റിന് പുറമെ ബംഗളക്കുന്ന് വനത്തിനകത്തേക്ക് തെരച്ചിൽ നടക്കുന്നു. അവിടെ നിന്നും ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, ചില തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ബൈജു? ടോമെ, ഇന്ന് 13-ാം പോയിന്റിലായിരുന്നു പരിശോധന നടത്തേണ്ടത്. 11:30-ക്കാണ് സാധാരണ പരിശോധന നടത്താറ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കവേ പെട്ടെന്നാണ് സംഘം, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇതാണ് ആ പോയിന്റ്. ഇവിടെ നിന്നും ഈ ബംഗളക്കുന്ന് വനത്തിനകത്തേക്ക് ഇപ്പോൾ ഈ SIT സംഘം ശുചീകരണ തൊഴിലാളിയുമായി ഇപ്പോൾ പോയിട്ടുണ്ട്. ഏകദേശം 1 മണിയോട് കൂടിയാണ് സംഘം എത്തിയത്. വലിയ തോതിലുള്ള സന്നാഹങ്ങളോടുകൂടി എത്തി. ഇപ്പോൾ ഇതിനകത്ത് പോയി ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവർക്കുള്ള ഉച്ചഭക്ഷണം അവിടത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുവഴിയാണ് അകത്തേക്ക് പോകുന്ന വഴി. അതാണ് നമുക്കറിയാം. ഇതൊരു സർപ്രൈസ് സ്പോട്ടെന്ന് SIT പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടവും ഒപ്പം മറ്റൊരു തലയോട്ടിയും ഒരു 60ഓളം അസ്ഥികൾ ലഭിച്ച സ്ഥലം. എന്തായാലും ഇത് വളരെ പ്രധാനമാണ് ഇന്നത്തെ ഈ തെരച്ചിൽ. കാരണം 13-ാം സ്പോട്ടിലെ പരിശോധന നടക്കേണ്ടത് അത് ഒഴിവാക്കി വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സ്പോട്ടിലേക്ക്, അതായത് നേരത്തെ തീരുമാനിക്കാത്ത, മാർക്ക് ചെയ്യാത്ത ഒരു സ്പോട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് ഇവർക്കുള്ള ഉച്ചഭക്ഷണത്തിന് സമയത്ത് ഇത്തരത്തിൽ ഭക്ഷണം ഇവിടെ എത്തിക്കാറുണ്ട്. അതായത് ഈ വനത്തിൽ നിന്നും പുറത്തു പോകാതെ അതിനകത്ത് തന്നെ പരിശോധന നടത്തി വൈകിട്ട് 6:00 കൂടി തിരിച്ചു വരുന്ന ഒരു രീതിയാണ് നമ്മൾ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തെ കൂടി ഇതിനകത്തേക്ക് പോയാണ് ഇവർക്കുള്ളത്. ഏതായാലും ഇത് നേരത്തെ മാർക്ക് ചെയ്ത 11, 12 ഈ 2 പോയിന്റിന് ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ഈ ഭാഗത്ത് ഒരുപാട് മൃതദേഹങ്ങൾ ഇതിനകത്ത് വനത്തിനകത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത്. അതിനെ തുടർന്നാണ് അവിടെ ഒരു പരിശോധന നടത്തിയതും അങ്ങനെ വസ്തുക്കൾ കിട്ടിയതും. പിന്നീട് 11-ലെയും 12-ലെയും പരിശോധന തുടരുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. പക്ഷേ ഇന്ന് 13-ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തേണ്ടതിന് പകരം ഇപ്പോൾ SIT സംഘം അപ്രതീക്ഷിതമായ ഒരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നു. അത് എന്താണ്, ഇത് ഇങ്ങനെ ഒരു തീരുമാനം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും നമുക്കിപ്പോൾ ടോം തുടക്കത്തിൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കുറെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് നേരത്തെ 3-ാം ദിവസം പരിശോധന നടത്തിയപ്പോൾ 3-ാമത്തെ പോയിന്റിൽ നിന്നും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്ന ഒരു വിവരം, അതായത് 3 തലയോട്ടി ഇത്തരത്തിൽ 3-ാമത്തെ പോയിന്റിൽ നിന്ന് ലഭിച്ച ഒരു വിവരം നമുക്ക് വരുന്നുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതിൽ വന്നിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെ 6-ാമത്തെ സ്പോട്ടിൽ നിന്നും ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം ലഭിക്കുന്ന സാഹചര്യം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇനി ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയപ്പോൾ മനുഷ്യ അസ്ഥികൂടം കിട്ടിയിരുന്നു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് പുറമെ മറ്റൊരു തലയോട്ടി കൂടി കിട്ടിയിരിക്കുന്നു. അതുകൂടാതെ 60ഓളം അസ്ഥികൾ കിട്ടിയിരുന്നു. അത് കൂടുതൽ ആളുകളുടേതാണെന്ന് ഒരു വിലയിരുത്തൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഫോറൻസിക് പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം SITയുടെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടില്ല. അത് ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുവരെയുള്ള പരിശോധനാ റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി, അത് DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്ന ഒരു സുപ്രധാന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെയാണ് ഇത്തരത്തിൽ ഇതുവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും DGP ഇത്തരത്തിൽ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യക്ക് കൈമാറിയിരിക്കുന്നത്. ഏതായാലും അതോടുകൂടി ഇനി ഒരു വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ DGP നേരിട്ടായിരിക്കും അത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടക്കുക. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇതിനൊരു
വാർത്താ സമ്മേളനം നടത്തുമോ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം വളരെ പ്രധാനപ്പെട്ട പ്രദേശമാണ്. ഇതിനകത്ത് ബംഗളക്കുന്ന് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇവിടെ നിന്നാണ് ടോമെ ഒരുപാട് മൃതദേഹാവശിഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ചത്. ഇത് മാർക്ക് ചെയ്യാത്ത ഒരു സ്ഥലമാണ്. അതിനകത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥി കൂടത്തിനൊപ്പം ഒരു തലയോട്ടി കൂടി ലഭിച്ചിരിക്കുന്നു. അതുകൂടാതെ 60ഓളം അസ്ഥികൾ അത് മറ്റ് ആളുകളുടെ, അതായത് കൂടുതൽ ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ SITക്ക് ഇതിനോടകം ലഭിച്ചു എന്നോണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതിനകത്ത് മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച 13 സ്ഥലങ്ങൾ, അതോടൊപ്പം ബംഗളക്കുന്നിലെ വനമേഖല, ഈ തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രം പരിശോധിച്ചപ്പോഴാണ് ഇത്രയധികം അസ്ഥികൂടങ്ങളും അസ്ഥി കഷ്ണങ്ങളും ശരീരാവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞത്. മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക്, അതായത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിലുള്ള സ്ഥലം, സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം, ഇതോടൊപ്പം ഈ ആരോപണ വിധേയനെന്ന് അല്ലെങ്കിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ എസ്റ്റേറ്റ്, ഈ മേഖലകളിലേക്ക് അന്വേഷണം, ഈ തെരച്ചിൽ കടന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കണക്കല്ലല്ലോ. കാരണം 100 പേരെ കൊന്നു കുഴിച്ചു മൂടി എന്ന് പറയുന്നതിനേക്കാളപ്പുറം വലിയൊരു കണക്ക്, ഞെട്ടിപ്പിക്കുന്ന കണക്ക് ഒരു പക്ഷേ പുറത്തു വരില്ലേ ബൈജു? തീർച്ചയായും 14ഉം 15ഉം അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ 2 പോയിന്റും ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റ് ആണ്. അത് അവിടെ നിരവധി മൃതദേഹങ്ങൾ ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി നേരത്തെ വെളിപ്പെടുത്തിയാണ്. ടോമെ, ഇതിൽ 70ഓളം ഇത്തരത്തിൽ സ്പോട്ടുകൾ ഉണ്ട്. ഇത്തരം ഇടങ്ങളിലാണ് താൻ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടതാണ് ഈ വെളിപ്പെടുത്തൽ. അത് ഈ ബംഗളക്കുന്ന് എന്ന് പറയുന്ന എനിക്ക് പിറകിൽ കാണുന്ന, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്തിനകത്താണ് ഒരുപാട് സ്പോട്ട് ഉള്ളത്. അതെല്ലാം സാക്ഷി ഇപ്പോൾ കാട്ടിക്കൊടുത്തില്ല എന്ന് വേണം നമുക്ക് ഇപ്പോഴത്തെ ഈ പരിശോധനയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കൃത്യമായി 1 മുതൽ 13 വരെ പോയിന്റ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും അവിടെ ഇത്തരത്തിൽ കൃത്യമായി മാർക്ക് ചെയ്ത് പരിശോധന നടത്തുകയും ചെയ്തു. അതിൽ 3 എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ 3 എന്ന് പറയുന്ന സ്ഥലം നമുക്ക് പുറത്തു നിന്നൊന്നും കാണാൻ സാധിക്കില്ല, വനത്തിനകത്താണത്. 1ഉം 2ഉം നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത് സ്നാനഘട്ടയ്ക്ക് സമീപമാണ്. അവിടെ കാര്യമായ വസ്തുക്കൾ ലഭിച്ചില്ല. പക്ഷേ അത് ഒരു സാരിയും ID കാർഡും ഉൾപ്പെടെയുള്ള അത്തരം വസ്തുക്കൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 3 എന്ന് പറയുന്നപ്പോൾ അത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിന്നും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഈ വനത്തിനകത്ത് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് SIT ഇന്ന് അപ്രതീക്ഷിതമായി 13ാമത്തെ പോയിന്റിൽ പരിശോധന നടത്താൻ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അവിടെ അത്തരത്തിൽ പോലീസിനൊക്കെ വിന്യസിച്ച് ആ രീതിയിൽ തുടരുമ്പോഴാണ് നമ്മളൊക്കെ ക്യാമറ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഇവരുടെ സംഘം ഇങ്ങോട്ട് വരികയും ഈ വനത്തിനകത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വഴി, ഇതാണ് ടോമ, വഴി കണ്ടാൽ മനസ്സിലാക്കാം. ഇതിലേ കൂടി പോയി ഇതിനകത്താണ് ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ 100 മീറ്റർ ദൂരത്തിൽ, ഇവിടെ നിന്ന് 100 മീറ്റർ ദൂരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. അത് 3-ലധികം ആളുകളെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, വിശദമായ ഫോറൻസിക് പരിശോധനാ ഫലം വരാനുണ്ട്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എന്തായാലും ഇതിനകത്ത്, ഈ വനത്തിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഒപ്പം ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്. ഈ കേസിൽ വഴിത്തിരിവായേക്കാം. ആരോപണ വിധേയരായ അവരുടെ എസ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട്, അത് പരിശോധിക്കുന്നുണ്ട്. അതിൽ ചെറിയ തടസ്സം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടതി ഉത്തരവോടുകൂടി മാത്രമേ അവിടങ്ങളിൽ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ള SIT.